റമളാൻ മാസം ഇത് വെറും നോമ്പിൻ്റെ മാസം മാത്രമല്ല, ഇത് ഖുർആൻ ഇറങ്ങിയ മാസം കൂടിയാണ്. 610-ാം വർഷം മക്കയുടെ സമീപത്തുള്ള ജബൽ അന്നൂർ മലമുകളിൽ ഹിറ എന്ന ചെറിയ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. എന്തിനായിരുന്നു അത് എന്ന് നിങ്ങൾക്കറിയാമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അവിടെ ഇരുന്നിരുന്നത്. അവിടെ അനീതിയും കുഞ്ഞുങ്ങളെ ജീവനോടെ മണ്ണിൽ അടക്കുന്നതും വിഗ്രഹാരാധനയും ദുർബലരെ പീഡിപ്പിക്കുന്നതുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ റമളാനിലെ ഒരു രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം വന്നു പറഞ്ഞു, ഇഖ്റ, നീ വായിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. അങ്ങനെ 3 പ്രാവശ്യം വായിക്കാൻ പറഞ്ഞു. ശേഷം ആദ്യത്തെ ആയത്ത് ഇറങ്ങി, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇതാണ് ഖുർആന്റെ തുടക്കം. അത് ഒരു മനുഷ്യന്റെ ജീവിതം മാത്രമല്ല മാറ്റിയത്, ഒരു ലോകത്തിന്റെ ദിശ തന്നെ മാറ്റിയ തുടക്കമായിരുന്നു. ഇന്ന് റമളാൻ വീണ്ടും എത്തിയിരിക്കുന്നു. നമ്മൾ നോമ്പ് മാത്രമാണ് എടുക്കുന്നത്, പക്ഷേ ഖുർആൻ തുറന്നു നോക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലും ഒരു ഇഖ്റ തുടങ്ങുമോ? ഈ റമളാൻ നമ്മുടെ ജീവിതവും മാറ്റുമോ?